പ്രകൃതിക്ക് അതീതമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണർന്നു വരും. ആ ശ്രദ്ധയിൽ ഉണർത്തി കൊണ്ടുവരുന്നിടത്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അത് ശ്രദ്ധയാണ്. എപ്പോഴും ശ്രദ്ധ പോലും നമ്മുടെ സംസ്കാരത്തിൽ നിന്നാണ് ശ്രദ്ധ മെച്ചപ്പെടുന്നത്. ആദ്യം വളരെ ചെറുതായിട്ടേ ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധ ഗിയർ മാറ്റാൻ പോകുമ്പോഴത്തേക്കും വണ്ടിയുടെ സ്റ്റിയറിംഗ് ബാലൻസ് പോകും അല്ലേ. കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധിച്ച് വരുമ്പോൾ അനായാസം ക്ലച്ചും ഗിയറും ഇതെല്ലാം വളരെ സിംപിളി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ അഹങ്കാരം വരുന്നു, ഫോൺ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നു. വോയിസ് ഇച്ചിരി ഡിസ്റ്റോർട്ടഡാ. ഇച്ചിരി ബെറ്ററാ. ബെറ്ററാണ്. പ്രകൃതിപരമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സ്ഥിരമായിട്ടുള്ളതല്ല. അവന് ഒന്നിനോടും കൂടുതൽ ശ്രദ്ധയില്ല. കാരണം ഈ നാച്ചുറൽപരമായിട്ട് ഒരു ജീവിതം എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സമൂഹം എന്ന് പറയുന്ന സംഭവം അവരുണ്ടാവില്ല. അതായത് പ്രണയമായാലും സുഹൃത്തുക്കളായാലും ഒന്നും സ്ഥിരമല്ല. നാച്ചുറൽപരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, ഇന്നുള്ള ദിവസമല്ല നാളെ ഉള്ള ദിവസമല്ല മറ്റന്നാൾ, എല്ലാ ദിവസവും പ്രകൃതിപരമായിട്ട് മാറ്റം എന്ന് പറയുന്ന സംഭവം പ്രകൃതിയുടെ ഒരു അനിവാര്യതയാണ്. കാരണം എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്നിനോട് ശ്രദ്ധയില്ല, ഒന്നിനോട് സ്ഥിരതയില്ല, ഒന്നും ഈ പ്രകൃതിപരമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാവുന്നില്ല. അപ്പൊ നമ്മുടെ ഭാവിയെ കുറിച്ച് പോലും അവരെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മനുഷ്യരെ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പകുതിയേറെപ്പേരും ഭ്രാന്തന്മാരോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത്. കാരണം ഇന്ന ദിവസം നമ്മൾ മരിക്കുന്ന മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു നിഗൂഢതയും ഒന്നും പ്രവചിക്കാൻ കഴിയാത്തതുമാണ് അതിന്റെ ഏറ്റവും ബ്യൂട്ടി ആയിട്ട് നിൽക്കാൻ കാരണം. കാരണം എന്തെങ്കിലും അറിയുന്ന ഒരു സമയത്ത് അതിന്റെ എല്ലാ സൗന്ദര്യം നഷ്ടപ്പെടുമായിരുന്നു. ഒന്നും അറിയുന്നില്ല നമ്മൾ. അതാണ് ഈ ഭൂമി പ്രകൃതിക്ക് ഇത്രയും ബ്യൂട്ടി ഉണ്ടാകാനുള്ള കാരണം. കാരണം ഇന്ന ദിവസം നമ്മൾ അടുത്ത ആഴ്ച മരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും സന്തോഷം കിട്ടുമോ? നമ്മൾ ഇനിയും ജീവിതമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മളെ കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയായിട്ട് നമ്മളെ ജീവിതം പോകുന്നതുകൊണ്ടാണ് ആ ജീവിതത്തിന്റെ സന്തോഷം ഭംഗി ഉണ്ടാകുന്നത്. അപ്പൊ ഈ നാച്ചുറലായിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ പ്രകൃതിയുടെ ആത്മീയത എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ സമൂഹത്തിൽ ജീവിക്കും, നമ്മൾ ഒറ്റപ്പെട്ടു പോയില്ലായിരിക്കും. അതായത് നമ്മളെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ കാണുന്നത് ഇതിനകത്ത് ആര് വിചാരിച്ചാലും നടക്കുന്നതായിട്ട് ഒന്നുമില്ല. ആരെങ്കിലും വിചാരിച്ചിട്ടല്ല ഇതിങ്ങനെ നടക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ മരണം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ആരെങ്കിലും വിചാരിച്ചിട്ട്, നമ്മൾ വിചാരം ജനിക്കുമ്പോൾ മരണവും ജനിക്കും. എപ്പോൾ വിചാരം ജനിക്കുന്നോ അതിനോടൊപ്പം തന്നെ മരണവും ജനിക്കും. വിചാരം ജനിച്ചോ ഞാൻ ഇന്നതാണ്, ഇന്ന എൻ്റെ ഇഷ്ടമാണ്, ഇഷ്ടം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം മരിക്കുകയും ചെയ്യും. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതാ എന്ത് ജനിച്ചോ അവിടെ മരണം സംഭവിക്കും. ഒന്നും ജനിച്ചിട്ടില്ലെങ്കിൽ, ഒന്നും ജനിക്കുന്നില്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ അതിന് ഭാവിയും ഭൂതവും ഇല്ല. അവിടെ ഭാവിയും ഭൂതവും ഇല്ല. കാരണം ഇത് ഇപ്രകാരമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ജനിച്ചെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയും ഓക്കെ ഞാൻ 1964 ജനിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്ന വീട്ടുകാരുടെ ഡേറ്റൊക്കെ കുറിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ അനുഭവത്തിൽ ജനിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ അനുഭവത്തിൽ നമ്മൾ ജനിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ ശ്രദ്ധയിൽ സൂക്ഷ്മമായിട്ട് എങ്ങനെ പരിശോധിച്ചാലും ഞാൻ എപ്പോഴാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ അനുഭവത്തിലില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഭാഗം? അപ്പോൾ പിന്നെ നമ്മളിൽ എന്തെങ്കിലും ജനിച്ചു വരുന്നുണ്ടോ? ഓ ഞാൻ കണ്ടു, അയാളെ കണ്ടു, അയാൾ സുന്ദരനാണ്, സുന്ദരിയാണ്. ആ സുന്ദരി, ആ സൗന്ദര്യം എൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടോ? നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ വികൃതമായി, എൻ്റെ സ്വരൂപം എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടു, എൻ്റെ ഉള്ളിൽ ആ ഇംപ്രഷൻ ജനിച്ചു. പിന്നെ ഇതാണ് എന്നെ കൊണ്ടു നടക്കുന്നതെങ്കിൽ അവിടെ ഞാനാകുകയാണ്. കാരണം എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഈ സുന്ദരിയായ പെണ്ണിനെ സൂക്ഷിക്കണം, ഈ സുന്ദരിയായ പെണ്ണിനെ കെയർ ചെയ്യണം. അവിടെ ഞാനാകുകയാണ്. നമ്മളാണെങ്കിൽ ഈ പറയുന്ന സുന്ദരിയായ പെണ്ണില്ല. സുന്ദരിയായ പെണ്ണ് ജനിച്ചാൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം എനിക്ക് അവളോട് സ്നേഹം തോന്നി, പ്രണയം തോന്നി, അവളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല, പരാജയപ്പെടുന്നു, ചില സ്ഥലത്ത് വിജയിക്കുന്നു, അപ്പോൾ വീണ്ടും പരിശ്രമിക്കുന്നു, ചില സുഖങ്ങൾ കിട്ടുന്നു. ഇതെല്ലാം എന്തിൻ്റെ പേരിലാണ്? ഞാൻ ഒരു സുന്ദരിയെ കണ്ടു, ഒരു സൗന്ദര്യമുള്ളൊരു അനുഭവത്തെ കണ്ടു, സുഖമുള്ളൊരു അനുഭവത്തെ കണ്ടു. അതിൻ്റെ പേരിൽ എന്നിലുണ്ടാകുന്ന
എന്തെല്ലാം എനിക്കെടുത്ത് പ്രയോഗിച്ചത് നിലനിർത്താൻ പറ്റുമോ എൻ്റെ പരിശ്രമവും ആരംഭിച്ചു. എനിക്ക് വിശ്രമിക്കാൻ പിന്നെ സൗകര്യമില്ല, വിശ്രമമില്ല, പരിശ്രമം മാത്രമേ ഉള്ളൂ. അപ്പോൾ ജീവിതമെന്ന് പറയുന്ന ഭാഗം എൻ്റെ ബുദ്ധിയിൽ ജനിച്ചു. ജീവിക്കുന്നത് അങ്ങനെയാണോ? അല്ല. ജീവിതത്തിൻ്റെ താളത്തിൽ മനോഹരമായിട്ട് ജന്മം കൊണ്ട് ജീവിതത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള താളം തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ വിട്ടിട്ട് ഞാനൊരു പുതിയ ലോകം സൃഷ്ടിക്കാൻ നോക്കിയാണ്. അതിലുണ്ടാകുന്ന വിജയപരാജയങ്ങളുടെ അന്തരം വെച്ചുകൊണ്ട് ഒരു തൂക്കുപാലം ഉണ്ടാക്കി, ഇതിൻ്റെ ഈ ഭാഗം ആണ് ഇപ്പോൾ കൂടുതൽ നിൽക്കുന്നത്, ഞാൻ കൂടുതൽ കാശ് സമ്പാദിച്ചു, ഈ ത്ലാസിൻ്റെ ഈ ഭാഗത്ത് ഭാരം കൂടി, അതും ഭാരം തന്നെയാണ്. ഞാൻ വിചാരിച്ച കുറേ കാര്യങ്ങൾ നടന്നു, അതുകൊണ്ട് ഞാൻ വിജയകരമായിരുന്നു. ഇത് മാതൃകയാക്കി മറ്റുള്ളവരെടുക്കുന്നു. സമത്വമില്ല അവിടെ. മറ്റൊരാളെ മാതൃകയാക്കി എടുക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു. അവിടെ മാതൃത്വം നഷ്ടപ്പെട്ടു. ജനിക്കാനും ജീവിക്കാനും കാരണമായിട്ടുള്ള സവിശേഷത നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോയി. പിന്നെ കഷ്ടകാലമാണ്, പിന്നെ ജീവിതം മുഴുവനും ദുരന്തമാണ്. പിന്നെ നിരന്തരം നമ്മളിൽ പലതും ജനിക്കുക. ജനന മരണങ്ങൾ ഇങ്ങനെ കണ്ട് 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 നമ്മുടെ ശരീരം മുഷിഞ്ഞു പോകുന്നു. മനസ്സിലായി? ശരീരം ഇങ്ങനെ കാണുകയാണ്. ഒരെണ്ണം ജനിക്കുന്നു, മരിക്കുന്നു. നമ്മളൊരെണ്ണം നിലനിർത്താൻ, ഞാനൊരെണ്ണം നിലനിർത്താൻ നോക്കുന്നു, നടക്കുന്നില്ല. അപ്പോൾ ദുഃഖം വരുന്നു. അപ്പോൾ ഈ ദുഃഖം കൂടുതൽ കൂടുതൽ വരുമ്പോൾ ശരീരത്തിൻ്റെ കോശങ്ങൾ, പരസ്പരമുള്ള ബന്ധങ്ങൾ അവിടെ തീരുന്നു. അവിടെ വിഘടിക്കാൻ തുടങ്ങി. അവിടെ വ്യക്തിത്വ ബോധം തെളിയുന്നില്ല, വ്യക്തത ഇല്ലാണ്ടാകുന്നു, സംസ്കാരം ഇല്ലാണ്ടാകുന്നു. എങ്ങനെ നിലനിൽക്കും? വളരെ മനോഹരമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ അനേകായിരം കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സവിശേഷത സൃഷ്ടിച്ചു തന്ന ഈ സംവിധാനത്തെ എന്തിനാണ് ഭേദഗതി വരുത്താൻ നോക്കുന്നത്? അതിൻ്റെ തനതായിട്ട് നഗ്നമായിട്ടുള്ള അതിൻ്റെ നഗ്നമായിട്ടുള്ള സ്വഭാവത്തെ നഗ്നമായിട്ട് അനുഭവിച്ചാൽ, അതിന് പുറമെ ഭർത്താവെന്നോ ഭാര്യയെന്നോ ഡോക്ടറെന്നോ എൻജിനീയറെന്നോ ഉള്ള വേഷമൊന്നും കെട്ടിക്കൊടുക്കാതെ, ഞാനെന്ന് പറയുന്ന വേഷം പോലും കെട്ടിക്കൊടുക്കാതെ ഇരുന്നാൽ അതിൻ്റെ തനിമയിൽ അനുഭവിക്കാം. അതിന് നിത്യതയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ അതും അനുഭവിക്കാം. ഭാവിയും ഭൂതവും നമ്മൾ നോക്കണ്ട. പ്രിഡിക്ഷൻ ആവശ്യമില്ല. സംഭവിക്കേണ്ടത് പോലെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിന് നാളെ നീളെ എങ്ങനെയാവും എന്നൊരു ചിന്തയ്ക്ക് യാതൊരു സാധ്യതയുമില്ല. ഇത് ഇപ്രകാരമേ സംഭവിക്കത്തുള്ളൂ. അതിനകത്ത് സമ്പൂർണതയാണ്. അപൂർണമായിട്ടിരിക്കുന്ന പ്രവർത്തിക്കുന്നിടത്ത് ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? ഇതിങ്ങനെയല്ല. എൻ്റെ കൈ, എനിക്കൊരു 2 കൈ. ഇല്ല, കേൾക്കുന്നില്ല. ഒന്നും കൂടി പറഞ്ഞു നോക്കിക്കേ. ഹലോ, ഇപ്പൊ കേൾക്കാം. ഹലോ, കേൾക്കാം. ബെറ്റർ. ബെറ്റർ. അല്ല, നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ നമ്മളിപ്പോ സംസാരിക്കാനായിട്ട് മാത്രമേ പ്രസക്തിയുള്ളൂ. പക്ഷെ നാളെ എന്താവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് നാളെ എന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെ ഇന്ന് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നാളെ എങ്ങനെ ഉണ്ടായി നമ്മളിൽ? നാളെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നാളെ ഉണ്ടാകാനുള്ള കാരണം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലതും നശിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് പലതും ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട്. എനിക്ക് പലതും ഉണ്ടാക്കാൻ പറ്റുന്നു, നേടാൻ പറ്റുന്നു. അത് നേടിയതിന് കൊടുത്ത എഫോർട്ട് വെച്ചാണ് നാളെ നീളെ എന്ന് പറയുന്നത്. ഞാൻ ഇന്നത് നേടി, ഞാൻ ഇത്രയും പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ഇന്നത് നേടാൻ പറ്റി. അവിടെയാണ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ തൊട്ട് പ്രവർത്തിച്ചു, ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയത് കൊണ്ട് വിജിത്ത് എന്ന് പറഞ്ഞ ഒരാളുമായിട്ടൊരു ബന്ധമുണ്ടായി. ഏത് പോയിന്റ് തൊട്ട്? ഞാൻ രാവിലെ ക്ലബ് ഹൗസ് ഇത്ര മണിക്ക് ഓപ്പൺ ചെയ്തു, ആ സമയം തൊട്ട് സംസാരിച്ചത് കൊണ്ട്, ആ സമയം തൊട്ട് സംസാരിച്ചുകൊണ്ട് വിജിത്ത് എന്നൊരു സുഹൃത്തുണ്ടായി. അതിനു മുമ്പ് വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളെല്ലാം കാറ്റത്ത് പറത്തി. എന്നിട്ട് ഈ നിമിഷം തൊട്ട് അവിടെ ഒരു പോയിന്റ് അടിച്ചു. അവിടെ തൊട്ട് ടൈം സ്റ്റാർട്ട് ചെയ്തു. ആ ടൈമിനെ നമ്മൾ ആ പോയിന്റിനെ എടുത്തു കളഞ്ഞാൽ വിജിത്ത് ഇവിടെ ഉള്ളതാണ്. എപ്പോഴും വിജിത്ത് ഇവിടെ ഉണ്ടായിരുന്നതാണ്, നിരന്തരം ഉള്ളതാണ്. ഇവിടെ നിരന്തരം ഉള്ളതാണ് ഇതെല്ലാം. ഇങ്ങനൊരു പോയിന്റ് അടിച്ചിട്ടില്ലെങ്കിൽ ജീവിതം ഈ പോയിന്റ് അടിച്ച ആ നിമിഷം തൊട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി വന്ന്, ഞാനാണ് വിജിത്തുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത്. ഞാൻ മനോഹരമായിട്ട് സംസാരിച്ചപ്പോൾ വിജിത്ത് എൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് സംസാരിക്കാൻ ഇടയായി. എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടി, എൻ്റെ അഹങ്കാരവും കൂടി, എൻ്റെ കഷ്ടപ്പാടും കൂടി. ഇത് ഞാനായിട്ട് ചെയ്തതല്ല, ഇത് നമ്മുടെ സ്വഭാവമാണ്. ഇത് പ്രകൃതിയുടെ സ്വഭാവം ഇങ്ങനെയാണ്. അതിൽ ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല വിജിത്തിനെ സ്നേഹിക്കാനും വിജിത്തുമായിട്ട് സ്നേഹത്തിലും നന്മയിലും സംസാരിച്ചത് എൻ്റെ ഒരു കഴിവൊന്നുമല്ല.
അത് പ്രകൃതിയുടെ സ്വഭാവം അങ്ങനെയാണ്. ഇത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഇപ്രകാരമാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. അത് ഞാനായിട്ട് വേറൊരു കാര്യമുണ്ട്, ചെറിയ പറയട്ടെ. അത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ നമ്മളിപ്പം ജീവിച്ചിരിക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഇപ്പം പലരും പറയും എനിക്ക് എൻ്റെ അമ്മയാണ് ഇഷ്ടം, എൻ്റെ അച്ഛനെയാണ്, അല്ലെങ്കിൽ രാജ്യത്തെയാണ്, ഒരു മതത്തെയാണ്, അല്ലെങ്കിൽ ഒരു വർഗത്തെയാണെന്ന് പലരും പറയും. പക്ഷേ അവനവൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സ്നേഹിക്കേണ്ട ആദ്യം അവനവനെ തന്നെയാണ് സത്യത്തിൽ സ്നേഹിക്കേണ്ടത്. അവനവൻ സ്വയം സ്നേഹിച്ചൊരു സ്വാർത്ഥനാവുക. അവനവനോട് തന്നെ സ്വാർത്ഥനാവുമ്പം അവനവന്റെ ചുറ്റിൽ കാണുന്ന എല്ലാം ബ്യൂട്ടി ആയിരിക്കും. കാരണം ഒരുവൻ ജനിച്ച് ലാസ്റ്റ് ഏത് സമയത്തും അവനൊരു സ്വതന്ത്രനായി ജനിക്കുമ്പം തൊട്ടും പിന്നീടും അവനവൻ മാത്രമേ അവനവന്റെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പം ആദ്യ സ്നേഹം അവനവനോടായിരിക്കണം എന്നാണ്. അല്ലാതെ നമ്മളിപ്പം മറ്റാരും സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ മറ്റാരും സ്നേഹിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പൊ അവനവനെ സ്നേഹിക്കണം എന്ന് പറയുമ്പം അതാണ് ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് എല്ലാവരുടെയും ഗുണത്തിലുള്ളതാണ്. കാരണം അവനവൻ്റെ ഗുണത്തെ അറിയുമ്പോഴാണ് ഇതെല്ലാവരിലും ഇതേ ഗുണം തന്നെയാണ്. മനസ്സിലായി? എൻ്റെ ഗുണത്തെ ഞാൻ അറിയുന്നില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഏത് വ്യക്തി വന്നാലും എല്ലാവരും ആഗ്രഹിക്കുന്ന അവരവരുടെ സമാധാനപരമായിട്ട് അനുഭവിക്കണമെന്നുള്ളതാണ്. അപ്പം ഞാൻ എന്നെ സമാധാനപരമായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ ആരൊക്കെ വന്നാലും അവിടെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ യാതൊരു പോസിബിലിറ്റിയും ഇല്ല. ഓരോരുത്തർ വന്നിട്ട് ഓരോ രീതിയിൽ സംസാരിക്കുന്നു. ചിലർ ദേഷ്യപ്പെടുന്നു. കാരണം അവർക്ക് അവരെ സ്നേഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അവരുമായിട്ട് അടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ദേഷ്യപ്പെടുന്നത്. സ്വയം തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെടത്തില്ല. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റും? അപ്പം നമുക്ക് അവിഹിത ബന്ധമുള്ളതിനെ നമ്മൾ സാവകാശം ഒഴിവാക്കും. നമുക്ക് ഹിതമല്ലാത്തതുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ്. മനസ്സിലായേ? അതുകൊണ്ട് മതി. ഇപ്പം ഞാൻ ഈ 2-3 ദിവസം കൊണ്ട് ഞാൻ പരിശോധിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഡോളർ റേറ്റ് ഒന്ന് കുറയുന്നു. എന്താ കാരണം? ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും റേറ്റ് കൂടി നിൽക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഡോളർ റേറ്റ് മാത്രം കുറഞ്ഞു വരുന്നു. ബാക്കിയുള്ള എല്ലാ റേറ്റും അപ്പാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, എല്ലാമാണ്. അപ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. പിന്നെയാണ് മനസ്സിലായി പൊട്ടനാണ് ഞാൻ. മനസ്സിലായി? ഞാനെന്ന് പറഞ്ഞ ഭാഗം അവിടെ ആക്റ്റീവായി. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. എന്നിലെന്ത് സംഭവിച്ചത്? അതുകൊണ്ട് കുറച്ച് ഫ്രസ്ട്രേഷൻ രൂപം കൊണ്ട് അത് വിട്ടുകളഞ്ഞ് ഡോളർ റേറ്റ് കൂടുക കുറയുക. നമ്മളൊരു ആക്ടിവിറ്റിയിൽ നിൽക്കുകയാണ്. മനസ്സിലായി? നമ്മുടെ ആക്ടിവിറ്റി സജീവമാണോ? ഇത്രേ ആവശ്യമുള്ളൂ. മനസ്സിലായി? ഇത്രേ ആവശ്യമുള്ളൂ. ഡോളർ റേറ്റ് കൂടുക കുറയുക. ഡോളർ റേറ്റ് കൂട്ടാൻ അതെ, നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കി. മനസ്സിലായ? ഇപ്പം ഡോളർ റേറ്റ് കൂടുക കുറയുക എന്നുള്ളതല്ല, അവിടെ പുറത്ത് നടക്കുന്ന റേറ്റിംഗ് കൂടുക കുറയുക എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമ്മൾ ആക്റ്റീവ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ബയാസ്ഡ് ആകത്തില്ല. മറ്റേ ബയാസ്ഡ് ആകിൻ. കാരണം യൂട്യൂബിൽ നോക്കിൻ, ഓക്കെ ഇതിൻ്റെ റേറ്റ് കൂടിയ കുറഞ്ഞ, അപ്പോൾ ബയാസ്ഡ് ആകിൻ. എൻ്റെ പെർഫോമൻസ് ഞാൻ അതെ, ഇത് ഞാൻ മാത്രമായിട്ട് ചെയ്യുന്നതല്ലേ. അത് ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. മനസ്സിലായ? അത് ഞാൻ മാത്രമേ. നമ്മളെന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഇങ്ങനൊരു ഭാഗമില്ല. മനസ്സിലായി? നമ്മളെന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ അവിടെ കാശുണ്ടാകുന്നുണ്ട്, ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട്, ഇതൊന്നും നമ്മളെന്ന് പറഞ്ഞ സ്റ്റേറ്റിലില്ല. മനസ്സിലായ? അപ്പം ഞാനെന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഇങ്ങനൊരു കാര്യം. ഞാനാണ് അറ്റൻഷൻ കൊടുക്കുന്നത്, ഞാൻ കാരണമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ അട്ടർ സ്റ്റുപ്പിഡിറ്റിയാണ്. മനസ്സിലായി? അങ്ങനെ ഹിഡനായിട്ട് യാതൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നിനെയും മനസ്സിലായി? ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനെ നമ്മൾ നള്ളിഫൈ ചെയ്ത് കളയണം. മനസ്സിലായ? അതിനെ നമ്മൾ സീറോയിൻ ചെയ്ത് കളയണം, എടുത്തു കളയുമ്പോൾ എൻ്റെ ആഗ്രഹമല്ല, പ്രപഞ്ചത്തിൻ്റെ ആഗ്രഹമാണ് വർക്ക് ചെയ്യുന്നത്. യൂണിവേഴ്സൽ റിയാലിറ്റിയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഇൻവെൻസിബിൾ പവറല്ലേ. അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഒരു തീരുമാനം എടുക്കുന്നത്? ഞാൻ തീരുമാനം എടുത്തിട്ടല്ലല്ലോ ഞാനുണ്ടായത്. അപ്പോൾ ആ യൂണിവേഴ്സൽ പവർ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം സംഭവിച്ചോളൂ. അപ്പോൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും അവിടെ യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല.
ക്രിട്ടിക്കൽ എഴുതിയ മെസ്സേജ് ക്രിട്ടിക്കൽ തന്നെ ഒന്ന് വായിച്ചാൽ കൊള്ളാം. അല്ല വേറെ ആരെങ്കിലും വായിച്ചാലും കുഴപ്പമില്ല.